കണ്ണൂരേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. നമ്മുടെ കരിക്കോട്ടക്കരിയിലെ ആനയുണ്ടല്ലോ, ആന ഇപ്പോൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടിട്ട് വരാം. നേരത്തെ വന്ന ആ ആനയെ നമുക്ക് കാണാം. പ്രേക്ഷകർ ഒന്ന് കണ്ട് സൂക്ഷിച്ച് നോക്കിയാലേ കാണത്തുള്ളൂ. അത് ഈ റബ്ബർ മരങ്ങൾക്കിടയിൽ ഒളിച്ചു നിൽക്കുകയാണ് ആ കാട്ടാന. വലിയ പ്രായമുള്ള കാട്ടാനയല്ല, എന്നാൽ കുട്ടിക്കാട്ടാനയുമല്ല. ഇതിനിടയ്ക്കുള്ള ഒരു കൗമാര കാട്ടാന എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ആ പ്രായത്തിലുള്ള കാട്ടാനയാണ് നിൽക്കുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി ആ കാട്ടാനയെ എങ്ങനെയെങ്കിലും സുരക്ഷിതമായി കാട് കയറ്റാനുള്ള ശ്രമത്തിലാണ്. ചെറിയ പരിക്കുകളുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇപ്പോൾ കരിക്കോട്ടക്കരിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചകലെയായിട്ട് നിൽപ്പുണ്ട്. നേരത്തെ ഇവനിറങ്ങി വനംവകുപ്പിൻ്റെ ഒരു ജീപ്പൊക്കെ തള്ളിക്കൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇവൻ അപകടകാരി ഇപ്പോഴല്ല, പക്ഷേ ചില സമയത്ത് അവൻ പരിഭ്രാന്തിയോടുകൂടി ഓടാറുണ്ട്. ഇപ്പോൾ ശാന്തമായി അവൻ നിൽക്കുന്നത് റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിലുമാണ്. അപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. അവൻ എപ്പോൾ വേണമെങ്കിലും പാഞ്ഞു വരാം എന്ന് അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നു. അർജുൻ കല്യാട്, ഈ ദൃശ്യങ്ങൾ നമ്മൾ തോട്ടത്തിൽ നിന്നാണ് പകർത്തുന്നത്. അവൻ എപ്പോൾ വേണമെങ്കിലും പാഞ്ഞു വരാം അല്ലേ? ആ ഒരു സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത്. അതായത് ഈ ആന ഏത് നിമിഷം വേണമെങ്കിലും പാഞ്ഞു വരാനുള്ള, പക്ഷെ ഇപ്പോൾ ഒരു ശാന്തമായി നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. നേരത്തെ തന്നെ ഈ ജനവാസ മേഖലയിലേക്ക്, അതായത് കീഴ്പള്ളി ടൗണിലേക്ക് ഇന്നലെ രാത്രി ഇറങ്ങിയിട്ടുള്ള ഒരു കാട്ടാനയാണ്. ഇങ്ങനെ ഈ തോട്ടത്തിൽ ഇങ്ങനെ ശാന്തമായി നിൽക്കുന്നത്. എന്തായാലും വലിയ ഒരു അപകട സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ ഒരു വനം വകുപ്പിന്റെ വാഹനത്തിന് ഇടയിലേക്ക് ചാടി ഓടുന്നത് ഉൾപ്പെടെ നമ്മൾ കാണുകയും ചെയ്തതാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ആൾക്കാരെ ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും വനംവകുപ്പിന്റെ RRP സംഘവും പോലീസും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ സ്ഥലത്ത് ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുമുണ്ട്. ഈ ഒരു റബ്ബർ തോട്ടത്തിലാണ് ആന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ നിന്ന് അല്പം മാറുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. കാരണം ആന ഏത് നിമിഷവും അവിടത്തേക്ക് വരാം. അവിടെ കൂടിയിട്ടുള്ള ആളുകളുടെ ഒക്കെ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശമൊക്കെ ഈ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും പോലീസിന്റെ ഭാഗത്തും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഈ ആനയെ കാട് കയറ്റാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉള്ള ഒരു ആശങ്ക. കാരണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആനയെ ഈ പടക്കം പൊട്ടിച്ചോ അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കിയും ഒക്കെ ഈ കാട് കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എത്ര കണ്ട് ഫലപ്രദമാകുമെന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് പിന്നീട് ഈ ആനയെ കാട് കയറ്റാൻ വേണ്ടി കഴിയുക എന്നുള്ളത് ഒരു സംശയമാണ്. ഇനി അല്ല മയക്കുവെടി വെക്കേണ്ട സാഹചര്യമാണോ എന്നുള്ളത് കൂടി ഈ വനം വകുപ്പ് തേടുന്നുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിലെ ആനയെ പടക്കം പൊട്ടിച്ചും മറ്റു ശബ്ദമുണ്ടാക്കിയും ഒക്കെ നമുക്ക് ആന ഇപ്പോൾ സമാധാനമായിട്ട് മേയുകയാണ്. ഈ ആനയുള്ളത് ഇപ്പോൾ റബ്ബർ തോട്ടത്തിലാണുള്ളത്, ജനവാസ മേഖലയിൽ തന്നെയാണ്. നമുക്ക് ആനയെ തിരിച്ച് കാട് കയറ്റാൻ ശ്രമം നടത്തുമ്പോൾ ആ ദൃശ്യങ്ങളിലേക്ക് മടങ്ങി വരാം.